ഇത് എരുന്ത്, കക്ക എന്ന് ചിലർ പറയും. ഇത് പുഴയിൽ നിന്ന് വാരുന്നതാണ്. പുഴയിലും കടലിലും ഇത് കിട്ടാറുണ്ട്. കടലിലേക്ക് അല്പം കൂടി വലുപ്പമുണ്ടാവും. ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്ന വിധം, ഈ പച്ച എരുന്ത് ഒന്ന് കഴുകി, ചെറുതായി ഒന്ന് കഴുകിയാൽ മതി. വെള്ളം ഒരു 5 കിലോക്കൊക്കെ ഒരു ഗ്ലാസ് വെള്ളം മതി. ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതിൽ വെച്ച് തിളപ്പിക്കുക. തിളപ്പിക്കുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് വെള്ളം ഊറി വന്ന് ഇത് മൂടുന്നത്ര വെള്ളം ഉണ്ടാവും. തിളപ്പിച്ചാൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ വായ അടർന്ന് തുറന്നു വരും. എല്ലാം തുറന്നു വരും. ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇത് അതിൻ്റെ എടുത്തു വെച്ച ഇറച്ചിയാണ്. ഇത് അതിൻ്റെ തോല്. ഇത് വൃത്തിയാക്കി വെച്ചത്. ഇത് അതിൽ നിന്ന് ഊറി വന്ന വെള്ളം. ഈ വെള്ളം ഒരു 3-4 കണ്ണിമാങ്ങയിട്ട് തിളപ്പിച്ചാൽ ഒരു ചെറിയ കൂട്ടാനായി. എനിക്ക് ചെറുപ്പകാലത്തിൽ നല്ല ഇഷ്ടമുള്ള ഒരു ഒരു കൂട്ടാനായിരുന്നു അത്. എൻ്റെ വലിയുമ്മ ഇതുണ്ടാക്കി തരുന്നതിൽ വളരെ വിദഗ്ധയായിരുന്നു. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു ചെറിയ രീതിയിൽ ഞാൻ കാണിക്കാം. തൊലി ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ കിട്ടും. ഇതാണ് അതിൻ്റെ കാഷ്ടം. ഇത് കളഞ്ഞതിന് ശേഷം ഇതിലേക്കിടാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇതെടുത്ത് അതിൻ്റെ വേസ്റ്റ് കളയാതെ ഇതിലേക്കിടാം. പിന്നെ അതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് വേസ്റ്റ് നീക്കിയാൽ മതിയാവും. ഇത് അതിൽ നിന്ന് ഒഴിവാക്കിയ അതിൻ്റെ തോടാണ്. ഈ തോടിനുള്ള പ്രത്യേകത, ഇത് പച്ചക്കക്ക തോടാണ്. ഇത് ജൈവ കർഷക രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് കുമ്മായം ഇടുന്നതിന് പകരം ഈ തോട് ചെറുതായി ഒന്ന് പൊട്ടിച്ചോ അല്ലാതെയോ പറമ്പിലിട്ടാൽ മണ്ണിലെ ആസിഡിറ്റി ഇത് ആഗിരണം ചെയ്ത് അസിഡിറ്റി നമുക്ക് വേണ്ട രീതിയിലാക്കി തരും എന്ന് പറയുന്നത് കേൾക്കുന്നു. കുമ്മായം ഇട്ടാൽ ആ കുമ്മായം അടുത്ത വർഷക്കാലത്ത് അത് ഒലിച്ചു പോകും. ഇതാകുമ്പോൾ ആസിഡിനനുസരിച്ച് പ്രവർത്തിച്ച് അല്പാൽപ്പം ദ്രവിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് ഇതാണ് നല്ലതെന്ന് ജൈവ കർഷകക്കാർ പറയുന്നു. ഇതാണ് അതിൻ്റെ വേസ്റ്റ് നീക്കിയ ഇറച്ചി. ഇതാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ളത്. ഇതുകൊണ്ട് നല്ല സവാള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് നല്ല രീതിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് അതിൻ്റെ വെള്ളം. ഓക്കെ, താങ്ക് യു. ഇത് കണ്ടവർക്ക് നന്ദി, നമസ്കാരം.